ഗട്ടു, എന്തൊരു നല്ല ക്ലൈമറ്റ് അല്ലേ. നമ്മുടെ സെക്യൂരിറ്റി റൗണ്ട്സ് എല്ലാം തീർത്തിട്ട് നമുക്ക് ഓഫീസിൽ പോയിട്ട് നല്ല ചൂടായിട്ട് ഒരു കോഫി കുടിക്കാട്ടോ. നീ പറഞ്ഞത് ശരിയാണ് ബട്ടു. എനിക്കും ഒരു നല്ല ചൂട് കോഫി കുടിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്നിട്ടത് ഇണ്ടിച്ചുരാ, അന്ന് നോക്ക്, അയാൾ എന്തോ മോഷ്ടിച്ച് ഓടുകയാണെന്ന് തോന്നുന്നത്. അയാളെ പിടിക്കാൻ വേണ്ടിട്ട് എത്ര പേരെ പുറകെ ഓടുന്നത് കണ്ടില്ലേ? വാ, നമുക്ക് നമ്മുടെ കടമ ചെയ്യാം, അവനെ പിടിച്ചു കൊടുത്തേക്കാം. അങ്ങനെയാണോ? ബട്ടു, നീ എന്ത് പണിയായി കാണിച്ചേ? എന്തിനാണ് വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നത് ഡോഗേ? ഞാൻ നിന്നെ രക്ഷിക്കുകയല്ലേ ചെയ്തത്. എന്നെ വിട്, വിടാനാ പറഞ്ഞ. എന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നേ? വിട്, വിടാൻ. എടാ കള്ള, നിന്നെ പിടിച്ചു. ഇപ്പൊ വാ, നമുക്ക് ജയിലിൽ പോവാം. വരൂ, പിടിക്കൂ ഇവനെ. എന്തുട്ടത്? ഇവരെന്തൊരു മൈൻഡ് ഓടിക്കൊണ്ടിരിക്കുന്നേ. ഹലോ ചേട്ടോ, കള്ളൻ എവിടെയാളെ? നിങ്ങളിത് എവിടേക്കാ ഓടുന്നേ? ഇങ്ങോട്ടേക്ക് വാ. ഇവിടെ ഇവിടെ. കള്ളനോ? എവിടെ? കള്ളൻ എവിടെയാണെന്ന് പറ. ഞങ്ങൾ ക്രോസ് കൺട്രി കോമ്പറ്റീഷൻ ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഫസ്റ്റ് വന്നത്, അപ്പൊ നീ കാരണം ലാസ്റ്റ് ആയി. ശരി, ഇപ്പോ സംഭവിച്ചൊക്കെ സംഭവിച്ചു. നിങ്ങൾ ആ വടി എനിക്ക് എടുത്തു തരോ? ഒരു സഹായത്തിന് വേണ്ടിയാ. സോറി, ക്രോസ് കൺട്രി റേസ് ആണോ? ഓക്കെ, സോറി. ഞാൻ വിചാരിച്ചു നീ ഒരു കള്ളനാണെന്ന്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ വടിയെടുത്തേ. നിങ്ങളുടെ കാലിൽ നല്ലോണം മുറിവ് പറ്റുന്ന തോന്നുന്നു. സാരല്ല, നിങ്ങൾ ഇത് പിടിച്ച് നടന്നോളൂ. ഞാൻ റേസിൽ ആദ്യം വന്ന് ജയിക്കേണ്ട ആളാ. നീ എന്നെ തോൽപ്പിച്ചു വന്ന്. ഈ വടി വെച്ച് എനിക്ക് നടക്കാനല്ല, നിന്നെ അടിക്കാൻ വേണ്ടിയാടാ. ഇന്ന് പിടിച്ചോ. അവിടെ നിൽക്ക്. അനങ്ങിപ്പോകരുത്. എന്നോട് ക്ഷമിക്ക, എനിക്കറിയില്ല നിങ്ങൾ ഇൻസ്പെക്ടർ ആണെന്ന്. അവിടെ നിക്ക്. എന്നെ എന്തിനാ തല്ലിയതെന്ന് എന്നോട് നീ പറഞ്ഞിട്ട് പോ. സാറേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ഈ ഡോഗിയുടെ അടുത്ത് നിന്ന് എന്നെ രക്ഷിക്കണേ പ്ലീസ്. എന്താന്നറിയില്ല, എനിക്കിന്ന് തല്ലും കൊള്ളുന്നു, പട്ടിയുടെ കടിയും കിട്ടുന്നു. എന്താണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പട്ടി, ഞാൻ ഇൻസ്പെക്ടർ മൺമാണിയാണ്. എന്നെ വിട്ടേക്കൂ. വണ്ടി എടുക്ക്. വേഗം വണ്ടി എടുക്കൂ. പോടാ വണ്ടി. ചമക് സിംഗ്, അവിടെ അവരുടെ പുറകിൽ ചെല്ലൂ. കോബ്ര ബോസേ, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് പാമ്പ് നന്നായി ഉറങ്ങുന്നുണ്ടല്ലോ. അല്ല, ഇതെങ്ങനെയാ ജനങ്ങളെ പോയി ഡിസ്റ്റർബ് ചെയ്യാ ബോസ്? വിശ്രാംപൂർ ജനങ്ങൾക്ക് ഇനിയല്ലേ ഡിസ്റ്റർബൻസ് വരാൻ പോണത്. ഞാൻ ഈ റിമോട്ടിന്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കോബ്ര സിംഗ് പുറത്തേക്ക് വരും. പിന്നെ ഒറ്റൊരുത്തനും ഒരു അക്ഷരം മിണ്ടില്ല. പക്ഷേ കോബ്ര സിംഗ് തിരിച്ചു പോകുമ്പോൾ ജനങ്ങൾ ഒച്ച വെച്ച് ഇവിടെ ഒരു ഭൂമി കുലുക്കം തന്നെ ഉണ്ടാവും. Come on, കോബ്ര സിംഗ്. എന്ത് പറ്റി? നിങ്ങൾ എല്ലാവരും അങ്ങ് പേടിച്ച് നിന്ന് പോയല്ലോ. കോബ്രയുടെ വയറ് വഴി ആ ബ്രിഡ്ജിന്റെ താഴേക്ക് കേറി കഴിഞ്ഞാൽ നമ്മുടെ ഗുഹടത്തേക്ക് പോയി ചേരും. ഈ കോബ്ര ആരൊക്കെ വിഴുങ്ങുന്നു അവരൊക്കെ നമ്മുടെ ഡെന്നിന്റെ അകത്തേക്ക് തന്നെ പോയി ചെന്ന് വീഴും. അറിയോ? Come on, let's start.
ഇതാ കണ്ടോ, വരുന്നു നമ്മുടെ ഇര. നിൽക്കൂ, അവിടെ നിൽക്കൂ. ഞാനാണ് പറയുന്നത് അവിടെ നിൽക്കാൻ. പാമ്പ്, പാമ്പ്. ഇവനെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. ഇവനെ പിടിച്ച് ജയിലിനകത്തേക്ക് ഇട്. കുടിക്കാനും കഴിക്കാനും ഒന്നും കൊടുക്കാൻ പാടില്ല. ഹലോ ഇൻസ്പെക്ടർ, സുഖമാണോ? എന്റെ പേരാണ് കോബ്ര സിംഗ്. സുഖമാണോന്നോ? ഇതുവരെ സുഖത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നെ ഒന്നും ചെയ്യരുത് കേട്ടോ, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുതേ പ്ലീസ്. ഞാനൊന്നും ചെയ്യില്ലാന്നേ. പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞാ മതി. എന്റെ നാഗമണി എവിടെയാണ്? സർപ്പരാജാവേ, എനിക്കൊരു നാഗമണിയെ കുറിച്ചും അറിയില്ല. സത്യമായിട്ടും അറിയില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഓടിപ്പോകാൻ സാറേ. എന്റെ കാലുകൾ ഇവിടുന്ന് അനങ്ങിയാലല്ലേ എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റൂ ചമ്മക് സിംഗ്. നാഗരാജാവേ, സർപ്പരാജാവേ, എനിക്കൊരു നാഗമണിയെ കുറിച്ചും അറിയില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കൂ. അതിനെ കുറിച്ച് നിനക്ക് അറിഞ്ഞില്ലെങ്കിൽ നീ ചെന്ന് കണ്ടുപിടിക്കേ. എന്റെ നാഗമണി ആരാണ് മോഷ്ടിച്ചത്? എനിക്കെന്റെ നാഗമണി കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണ്ട. ഈ സിറ്റിക്കകത്തുള്ള എല്ലാ ഡയമണ്ട്സും എനിക്ക് കൊണ്ടുവന്ന് തരണം. എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണം. ഞാൻ ആ ഡയമണ്ട്സ് ഒക്കെ എന്റെ വായക്കകത്ത് ഇട്ട് അത് നല്ല വിഴുങ്ങി ഞാൻ തന്നെ സ്വയം ഒരു വലിയ നാഗമണിയായി മാറിക്കഴിയും. നീ അതെനിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കുടിക്കുന്ന പാലിനോടൊപ്പം നിന്നെ ഞാൻ വിഴുങ്ങിക്കളയും. കൊണ്ടുവരാം, ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരാം. ചമ്മക് സിംഗ്, വണ്ടിയെടുക്ക്. പ്രധാന വാർത്തകൾ. ഇൻസ്പെക്ടർ മൻമാണി ഇപ്പോൾ എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ കാണൂ. ഇൻസ്പെക്ടർ മൻമാണി സിറ്റിയിലുള്ള ജ്വല്ലറി ഷോപ്പിൽ നിന്നും മോഷ്ടിക്കുന്ന വീഡിയോ കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചിട്ട് തരാത്തവരെടുത്തുനിന്ന് അദ്ദേഹം അത് എടുക്കുകയായിരുന്നു. ജ്വല്ലേഴ്സ് ഇൻസ്പെക്ടർ മൻമാണി സിംഗിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കി. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് മൻമാണി സർ തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഓക്കെ മൻമാണി സർ, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ ആ ഗട്ടുവിനെയും ബട്ടുവിനെയും വെറുതെ വിടില്ല. ഇത് സത്യം, ഒരിക്കലും വെറുതെ വിടില്ല. കാരണം സർപ്പരാജാവിന്റെ നാഗമണി ഗട്ടുവും ബട്ടുവുമാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ആ നാഗരാജാവ് അത് മേടിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യുന്നതായിരിക്കും. അയ്യോ, എന്നെ ആരോ കൊല്ലുന്നേ. ചമ്മക് സിംഗ് ചായ കുടിക്കാനാണ്, അല്ലാതെ കുളിപ്പിക്കാനല്ല. മനസ്സിലായോ നിനക്ക്? സോറി ഉണ്ട് സാറേ, പക്ഷെ എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തിയും പിടിയും കിട്ടുന്നില്ല. നമ്മുടെ കഥയിൽ ഗട്ടുവും ബട്ടുവും എവിടെ നിന്നാണ് വന്നത് സാറേ? ചമ്മക് സിംഗ്, ഈ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണമെങ്കിൽ അവരുടെ സഹായം നമ്മൾക്ക് ആവശ്യമാണ്. അവരെ നമ്മൾ ഈ പ്രശ്നത്തിൽ കുടുക്കിയാലേ അവരും പുറത്തു വരും. അതിൽ നിന്ന് നമുക്കും രക്ഷപ്പെടാം. ചമ്മക് സിംഗ്, ഇതൊന്നും നിനക്കറിയില്ല, ഞാൻ നോക്കിക്കോളാം. സാറ് ഭയങ്കര സംഭവമാണ് സാറേ. സാറാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ സാറേ. ശരിക്കുമാണ് സാറേ. ഇൻസ്പെക്ടർ മൻമാണി സർ ഇപ്പോൾ പറയുകയാണ് ഗട്ടു ബട്ടുവാണ് സർപ്പരാജിന്റെ ഡയമണ്ട് മോഷ്ടിച്ചത് എന്ന്. അതായത് അവരാണ് കള്ളന്മാരെന്ന്. സാബ്ജി, നിങ്ങൾ രണ്ടാളും വളരെ നല്ല ആൾക്കാരാണെന്ന് ഞാൻ വിചാരിച്ചത് സാബ്ജി. പക്ഷെ നിങ്ങൾ ഇത്രയ്ക്ക് വലിയ കള്ളന്മാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല സാബ്ജി. എനിക്കിതറിയാതെ പോയല്ലോ. പിന്നെ സാബ്ജി, എനിക്ക് ഈ കള്ളന്മാരുടെ വീട്ടിലൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല സാബ്ജി. എന്നോട് ക്ഷമിച്ചാലും സാബ്ജി. ഞാൻ ഇപ്പൊ തന്നെ പോയി എന്റെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊണ്ടുവരാം. ഇപ്പൊ തന്നെ കൊണ്ടുവരാം സാബ്ജി. ടിങ് ടോങ്, നിനക്ക് നിന്റെ സാബ്ജിയുടെ മേലെ വിശ്വാസമില്ലേ? എല്ലാം കള്ളമാണ്, കള്ളം. സോറി സാബ്ജി, എന്നോട് ക്ഷമിക്കൂ സാബ്ജി. പക്ഷെ ഞാൻ കള്ളന്മാരുടെ ഒപ്പം ഇരുന്ന അതൊരു കള്ളത്തരമല്ലേ സാബ്ജി?
നിങ്ങൾക്ക് മനസ്സിലാവും സാബ്ജി. ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല സാബ്ജി. എന്റെ ഗട്ടു ബട്ടു സാബ്ജി. ഇതിലിപ്പോ എന്താ ഇത്? യെസ്, ഗട്ടു ബട്ടു സാബ്ജി. ഞാൻ ഇവിടുന്ന് പോവാണ് സാബ്ജി. എന്റെ 2 സാബ്ജിമാരും ഇപ്പൊ മോഷ്ടാക്കളായിരിക്കണം സാബ്ജി. അതുകൊണ്ട് എന്താന്ന് വെച്ചാ സാബ്ജി, ഞാൻ പറഞ്ഞു വരുന്നത് സാബ്ജി, അതായത് സാബ്ജി, ഞാൻ എന്താ എഴുതേണ്ടത്? ഞാനാകുന്ന ടിങ് ടോങ് ഇപ്പോൾ തന്നെ ജോലി രാജിവെക്കാണ് സാബ്ജി. ടുഡേ സാബ്ജി, ഇന്ന് തന്നെ സാബ്ജി, ഇപ്പൊ സാബ്ജി. പിന്നെന്താ എഴുത സാബ്ജി? സാബ്ജി അല്ല, ഈ സാബ്ജിമാരെ വിളിക്കാൻ പോയേ? എന്റെ ഈശ്വരാ, കട്ടു, ബട്ടുടെ 6th സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു ആപത്തുണ്ടെന്ന്. ആ പാമ്പ് ഈ വഴിയായിരുന്നു പോയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേസ് ഉണ്ടാവുമായിരുന്നു കണ്ടുപിടിക്കാൻ. ലട്ടുപട്ടു പോകല്ലേ, ആ കോബ്ര അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കിങ് കോബ്രയാണ്. അത് ഉണർന്നാൽ നമ്മളെല്ലാരും തിന്നുകളയും. ഗട്ടു, നീ ഒന്ന് നോട്ടീസ് ചെയ്തോ? ആ പ്രാവും ആ ഡോഗും എത്ര ഈസി ആയിട്ടാണ് ആ പാമ്പിനെ തൊട്ടിട്ട് പോയതെന്ന്. അത് ശരിക്കുള്ള ഒരു പാമ്പായിരുന്നെങ്കിൽ ആ ഡോഗും പ്രാവും ശരിക്കും അതിനടുത്ത് പോവില്ലായിരുന്നു. അതേ ബട്ടു, എനിക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാ തോന്നുന്നത്. കണ്ടില്ലേ, അതൊന്നും അനങ്ങുന്നത് പോലുമില്ല. നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയി നോക്കാം. ബട്ടു, എന്നെ വിട്ടിട്ട് പോവാൻ പാടില്ല. ഞാൻ ദേ വന്നു. ഇപ്രാവശ്യം 2 ഇരകളാണ്. എന്റെ ഈശ്വരാ, ഗട്ടു, നമ്മൾ ഇത് എവിടെയാ വന്നിരിക്കുന്നേ? പാമ്പിന്റെ വായിക്കൂടെ ഇറങ്ങി നമ്മൾ എവിടെ എത്തിയിരിക്കുന്നേ? ആരാ ഇവരൊക്കെ? ഞാനാണ് കോബ്ര സിംഗ്. ഈ പാമ്പുകളുടെ രാജാവാണ് ഞാൻ. ഞങ്ങളുടെ ലോകത്തേക്ക് നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളെല്ലാവരും ചേർന്നാണ് ഞങ്ങളുടെ നാഗമണിയെ മോഷ്ടിച്ചത്. നിങ്ങളൊക്കെ കള്ളന്മാരാണ്. മര്യാദക്ക് ഞങ്ങളുടെ നാഗമണിയെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ നഗരത്തിലുള്ള എല്ലാ ഡയമണ്ട്സും നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഗട്ടു, ബട്ടുടെ ഡിറ്റക്റ്റീവ് മൈൻഡ് എന്താ പറഞ്ഞത് വെച്ചാൽ ഈ സർപ്പരാജനും ഇവന്റെ വേൾഡും എല്ലാം കള്ളമാണ്. എല്ലാവരെയും പറ്റിക്കാൻ നോക്കുക. ഇവർക്ക് നാഗമണിന് പകരം ഡയമണ്ട്സ് ആണ് ആവശ്യമുള്ളത്. ബട്ടു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ശരിക്കുള്ള പാമ്പുകൾ ഇങ്ങനെ ആയിരിക്കില്ല. ഇതെല്ലാം മനുഷ്യര് വേഷം കെട്ടിയിരിക്കുന്നതാണ്. നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ബുദ്ധിയെ വളരെ വേഗത്തിൽ പ്രയോഗിക്കുന്നു. കോബ്ര സിംഗിന്റെ ഗുഹയ്ക്കകത്ത് നിങ്ങൾ വന്നിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു പോകാൻ കഴിയും? കോബ്ര വരുമ്പോ അധികം ഒച്ച ഉണ്ടാവില്ല, പക്ഷെ അത് തിരിച്ചു പോകുമ്പോ ഒരുപാട് ഒച്ച വയ്ക്കും. ഒരുപാട് കഷ്ടങ്ങൾ കൊടുത്തേ അത് പോകത്തുള്ളൂ. പിടിച്ചകത്തേടെ ഇവന്മാരെ 2 പേരെയും. വരൂ വരൂ, നിങ്ങൾക്കും കൂടി തരാം. അവന്മാരെ കഥ തീർക്ക്. ഗട്ടു, നീ ഫ്രണ്ടിലിരുന്ന് എല്ലാം നന്നായിട്ട് നോക്കിക്കൊള്ളൂ. ഞാൻ നിന്റെ പുറകിലിരുന്ന് എല്ലാം നന്നായിട്ട് നോക്കിക്കോളാം. ഓക്കെ? നിങ്ങൾ അവിടെ എന്തായി കാണിക്കുന്ന? ആഘോഷിക്കാൻ വന്നിരിക്കാണോ നിങ്ങള്? മര്യാദക്ക് ഡാൻസ് നിർത്തി അവന്മാരെ കഥ തീർക്ക്. സോറി സാറേ, ഇയാള് നല്ലോണം മൂതുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെ, ബട്ടു, നീ ആ ഏണി കയറാൻ നോക്ക്. ഓ എന്റെ ബട്ടു, അത് അവിടെയല്ല, ഇപ്പുറത്താണ്, ഇപ്പുറത്ത്. ബട്ടു അത് ശ്രദ്ധിച്ചില്ലല്ലോ. പിടിക്കവരെ, അവരിവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല.
വിഴുത്ത് അവൻ താഴെ ഇറങ്ങട്ടെ. നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഇനി അവന്മാരങ്ങനെ വെറുതെ ഇരിക്കില്ല. നഗരത്തിൽ പോയി നമ്മളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവരങ്ങ് തുറന്നു പറയും. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എല്ലാരും വേഗം തയ്യാറായിക്കോ. നഗരത്തിൽ പോയി എല്ലാ ഡയമണ്ട് ഷോപ്പുകളിലും ചെന്ന് അവിടുത്തെ ഡയമണ്ട്സ് ഒക്കെ നമ്മൾ മോഷ്ടിച്ചെടുക്കണം. പുറപ്പെടാം. ഇനി എന്താ ഇതെന്റെ സാബ്ജി, എന്താ എഴുതണ്ട? സോറി ഗട്ടു ബട്ടു സാബ്ജി, ഞാൻ റിസൈൻ ചെയ്യാണ് സാബ്ജി. നിങ്ങള് കള്ളനാണ്. ആ സാബ്ജി, നിങ്ങള് ടിങ് ടോങ്, നിന്റെ ഈ രാജിക്കത്ത് എഴുത്ത് നിർത്ത്. കള്ളൻ ഞാനല്ല, ആ പാമ്പാണ്. അതും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്ക് മുമ്പേ അറിയായിരുന്നു സാബ്ജി. എന്റെ ഗട്ടു ബട്ടു സാബ്ജി ഒരിക്കലും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കില്ല എന്ന്. ആ സാബ്ജി, ഓ സാബ്ജി, സോറി സാബ്ജി, സോറി. ആ ഇനി സോറി ചോദിച്ചൊരു ലെറ്റർ എഴുതാം. അല്ല, ഈ ലെറ്ററിൽ ഇനി എന്താ എഴുതാ? ടു ദ ഗട്ടു ബട്ടു സാബ്ജി. ഹലോ മൻമാനി സാറല്ലേ? ഞാൻ ഗട്ടുവാണ് സംസാരിക്കുന്നത്. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, പറയുകയും വേണ്ട. വേഗം ചെന്ന നാഗമണി കൊണ്ടുവരാൻ നോക്ക്, ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കാൻ തയ്യാറായിക്കൊള്ളൂ. എന്റെ നാഗമണി എനിക്ക് തിരിച്ചു തരണം. അയ്യോ പാപ്പേ, ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ കയ്യിൽ നാഗമണി ഇല്ല. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്, എന്നെ വിശ്വസിക്കൂ. നാഗമണി ഇല്ലെങ്കിൽ പിന്നെ ഈ കടക്കകത്തുള്ള എല്ലാ ഡയമണ്ട്സും എന്റെ വാഴക്കകത്തിടണം. ഇതാ പിടിച്ചോളൂ പാമ്പേ, എല്ലാം പിടിച്ചോളൂ. എന്നെ മാത്രം വിട്ടേക്കണേ. ഇത് മൊത്തം നിങ്ങൾക്കാണ്, എടുത്തോളൂ. എന്റെ അടുത്ത് വേറെ ഒന്നുമില്ല. കോബ്ര സിംഗ് വരുന്ന സ്ഥലത്തൊന്നും ശബ്ദം ഒട്ടുമുണ്ടാവില്ല. പക്ഷേ കോബ്ര തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപാട് കഷ്ടങ്ങൾ സംഭവിക്കും. എവിടെയാ ഉള്ളത്? അനങ്ങി പോകരുത്. ഹലോ ഇൻസ്പെക്ടർ, അവസാനം നിങ്ങൾ എന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നീ എന്റെ അടുത്ത് രക്ഷപ്പെട്ടു പോയല്ലോ. ഇനി നിനക്കത് സാധിക്കുമെന്ന് നോക്കട്ടെ. എന്റെ നാഗമണി കൊണ്ടുവന്നോ നീ? അല്ലെങ്കിൽ നിന്നെ ഞാൻ കടിച്ച് തിന്നോട്ടെ. പറ, വേഗം പറ. വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ചെന്ന് നാഗമണിയായിട്ട് തിരിച്ചു വരാം. എന്നെ സാറ് ഭയങ്കര സംഭവല്ലേ? സാറ് ഭയങ്കര ബുദ്ധിമാനല്ലേ? സാറിങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ സാറേ? ചായ തരൂ. കള്ളമാണിത്. പക്ഷെ ഇത്രയും വലിയൊരു പാമ്പ് എവിടെ പോയാലും അതിന്റെ ഒരു അടയാളം ഉണ്ടാവാതെ ഇരിക്കില്ലല്ലോ. ആ, കണ്ടുപിടിച്ചു അടയാളം. ഇവിടെ നിന്ന് ആരംഭിച്ച് ഇതീ കൂടെ പോയി. എന്തുട്ടത്? ഇവിടെ തൊട്ട് അടയാളങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നോ ഡൗട്ട് ആ പാമ്പ് കാട്ടിനകത്താണ് പോയിരിക്കുന്നത്. അതെന്തായാലും നന്നായി ബട്ടു. അപ്പൊ കേറി ഇരിക്ക്, നമുക്ക് കാട്ടിൽ പോയി പിടിക്കാം. പക്ഷേ ഗട്ടു, നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പിടിക്കാൻ പറ്റുക? ഓ എന്റെ ബട്ടു, അവിടെ ഇരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ജീപ്പിൽ കേറി ഇരിക്ക്. ഗട്ടു, അങ്ങനൊന്നും തെളിച്ച് പറഞ്ഞാലല്ലേ എനിക്ക് അറിയുള്ളൂ. കോബ്ര വരുമ്പോ ശബ്ദമുണ്ടാവില്ല, പക്ഷെ തിരിച്ചു പോകുമ്പോ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും.
നഗരത്തിൽ പോയി എല്ലാ ഡയമണ്ട് ഷോപ്പുകളിലും നമ്മൾ അവിടുത്തെ ഡയമണ്ട് ഒക്കെ തുടച്ചെടുത്തല്ലോ. കോബ്ര സിംഗെ, നിങ്ങളുടെ പുറയിൽ ഞങ്ങളും എത്തി. ഇനിയിപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. വേഗം പോയി ജയിലിൽ കിടക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തോളൂ. നിങ്ങൾ വീണ്ടും വന്നോ? ഞാൻ വിചാരിച്ചതേക്കാൾ നിങ്ങൾക്ക് ബുദ്ധി അല്പം കൂടുതലാണ്. എന്റെ കയ്യിൽ ഒരുപാട് ഡയമണ്ട്സ് ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ രണ്ടാളും അത് പപ്പാതി വീതിച്ചെടുത്ത് നമ്മൾ നമ്മുടെ വഴി നോക്കി പോയിക്കൂടാ? ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. അതാണോ നിങ്ങളുടെ തീരുമാനം? എന്നാ പിന്നെ വാങ്ങിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ. സൂപ്പർ കട്ടു, നീ തന്നെ എല്ലാരെയും അടിക്കല്ലേ. എനിക്കൊരു 2 പേരെ മാറ്റി വെക്കി. ബട്ടു, നീ ഗെയിം ഒരുപാട് ഇഷ്ടമായല്ലോ. കാലക്കി കളഞ്ഞു ബട്ടു. ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആരും അവരുടെ സ്ഥലത്ത് നിന്ന് മനങ്ങി പോകരുത്. ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഞാൻ പോലീസ്മാൻ ആണ്. എന്നെ പുറത്തേക്ക് കൊണ്ടുവരൂ. ഞാനിത് എവിടെയാ ഉള്ളത്? ചമ്മക് സിംഗ് സർപ്പലോകത്താണെന്നാ തോന്നുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. അല്ല സാറേ, സാറ് ഭൂമിയിൽ തന്നെയാണ്. ഇന്നാ പിടിച്ചോ സാറേ, ആദ്യം ചായ കുടിക്ക് സാറേ.